നമ്മൾ പേഴ്സണലൈസേഷൻ എടുത്തിട്ട് തീംസിൽ ഡെസ്ക്ടോപ്പ് ഐക്കൺസ് സെറ്റിങ്സ് എടുക്കുക, മൈ കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഓൺ ആക്കുക. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. നെറ്റ്വർക്ക് പ്ലേസസിൻ്റെ പ്രോപ്പർട്ടീസ് ചേഞ്ച് അഡാപ്റ്റർ സെറ്റിങ്സ് എടുത്തിട്ട് ഇൻ്റർനെറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. ദെൻ IPv6 ഓഫ് ആക്കുക. അതിനുശേഷം IPv4 കൊടുക്കുക. IPv6 തമ്മിൽ കോൺഫ്ലിക്റ്റ് വരാതിരിക്കാനാണ് കൊടുക്കുന്നത്. നമ്മൾ IP 192.168.10.1 എന്ന് കൊടുക്കുന്നു. മാസ്ക് ഓട്ടോമേറ്റ് വരും. DNS സെയിം IP. ഓക്കെ. ദെൻ കമ്പ്യൂട്ടറിൻ്റെ പേര് മാറ്റുക. മൈ കമ്പ്യൂട്ടർ ഡിസ്പീസിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. ഡൊമൈൻ ഓർ വർക്ക് ഗ്രൂപ്പ് എടുക്കുന്നു. ചേഞ്ച് സെറ്റിങ്സ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് വിൻഡോസ് സെർവർ 2025 സ്റ്റാൻഡേർഡ് എഡിഷനിലാണ് ചെയ്യുന്നത്. ദെൻ ചേഞ്ച് സെർവറിൻ്റെ പേര് SRV01 എന്നുള്ള നെയിം കൊടുക്കുക. അപ്പോൾ വർക്ക് ഗ്രൂപ്പിൽ തന്നെയാണ് ഇടുന്നത്. ഓക്കെ, റീസ്റ്റാർട്ട്. നെയിം ആയിട്ട് മസ്റ്റായിട്ട് റീസ്റ്റാർട്ട് ചെയ്തിരിക്കണേ. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നേരെ സെർവർ 2025 ലോഡ് ചെയ്ത് വരും. നമ്മൾ ലോഗിൻ ചെയ്യുക. ഞാൻ 123.com എന്നാണ് പാസ്വേഡ് കൊടുത്തിട്ടുള്ളത്. ആൾട്ട് കണ്ടോ ഡിലീറ്റ് അടിക്കുന്നു. 123.com എന്ന് പറഞ്ഞാൽ പാസ്വേഡ് അടിക്കുന്നു. നമ്മൾ ആക്റ്റീവ് ഡാറ്റേൻ്റെ ഇൻസ്റ്റലേഷനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സെർവർ മാനേജർ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്ത് വരും സെർവർ ഓൺ ആക്കുമ്പോൾ തന്നെ. സെർവർ 2025 സ്റ്റാൻഡേർഡ് എഡിഷൻ സെർവറിലാണ് നമ്മൾ ചെയ്യുന്നത്. 16 GB റാം ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ടിൽ സെർവർ മാനേജർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓടി കളിക്കുന്നതിന് മുമ്പ് കേട്ടോ. ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതാണ്. ദെൻ ടൂൾസിൽ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സർവീസുകളൊന്നും വന്നിട്ടില്ല. ബിഫോർ ആക്റ്റീവ് ഡാറ്റ ഇൻസ്റ്റലേഷൻ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. അതുപോലെ തന്നെ ഇത് മിനിമൈസ് ചെയ്യാം. മൈ കമ്പ്യൂട്ടർ എടുത്ത് C ഡ്രൈവിൻ്റെ ഉള്ളിൽ വിൻഡോസിൻ്റെ ഉള്ളിൽ NTDS എന്നൊരു ഫോൾഡർ വരും ആക്റ്റീവ് ഡാറ്റ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ അവിടെ മോഡേൺ ലോഗ്സും OCR ഉള്ളൂ. അടുത്തായിട്ട് പഴയ സെർവറിൽ നമ്മൾ DC promo എന്ന് അടിച്ചത്, അതായത് വിൻഡോസ് സെർവർ 2008 വരെയുള്ള സെർവറിൽ DC promo എന്ന് പറഞ്ഞ കമാൻഡ് അടിച്ചിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് ആക്റ്റീവ് ഡാറ്റ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് റീലൊക്കേറ്റഡ് ഇൻ സെർവർ മാനേജർ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. 2008 കഴിഞ്ഞ് 2012 മുതലുള്ള സെർവറിൽ നമ്മൾ റോൾസ് വെച്ചിട്ട് സെർവർ മാനേജർ റോൾസ് ആഡ് റോൾസ് എടുക്കുക, നെക്സ്റ്റ് അടിക്കുക, റോൾ ബേസ്ഡ് ഇൻസ്റ്റലേഷൻ കൊടുക്കുക, നെക്സ്റ്റ് സെയിം സെർവർ തന്നെ നെക്സ്റ്റ്. ഇവിടെ ആക്റ്റീവ് ഡാറ്റ ഡൊമൈൻ സർവീസ് ടിക്ക് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ സർവീസുകളൊക്കെ വേണമെന്ന് പറഞ്ഞു നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ DNS ചെയ്യണമെങ്കിൽ ഈ റോളുകൾ വേണമെന്ന് പറഞ്ഞു അതും ആഡ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് ഇൻസ്റ്റാൾ. അപ്പോൾ ഇൻസ്റ്റലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസൊക്കെ വരും. ജസ്റ്റ് ഇൻസ്റ്റലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു തരാം എത്ര % ആയെന്നും ഏത് സെർവറിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റലേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിനിഷായി ഉണ്ടോ. പ്രൊമോട്ട് ദിസ് സെർവർ എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ADDS യെല്ലോ കളറിൽ കണ്ടോ മോർ പ്രൊമോട്ട് ദിസ് സെർവർ എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ന്യൂ ഫോറസ്റ്റ് എടുക്കുക. ciliosolutions.com എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിം കൊടുക്കാം കേട്ടോ. ciliosolutions.com .org .local എങ്ങനെ വേണമെങ്കിലും നെയിം കൊടുക്കാം. നമ്മൾ ciliosolutions.com എന്ന് കൊടുത്തു. നെക്സ്റ്റ് അടിക്കുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇൻഫർമേഷനൊക്കെ ഇവിടെ കളക്ട് ചെയ്യാൻ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ബട്ടൺ ആക്റ്റീവ് ആകുന്നതിന് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. കുറച്ച് നേരം എടുക്കും. കുറച്ച് ടൈമിൽ നെക്സ്റ്റ് ബട്ടൺ നമുക്ക് എന്ത് ചെയ്യും ആക്റ്റീവായി വരുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ബട്ടൺ ആക്റ്റീവായി വന്നു. അഗെയിൻ മേലെ കണ്ടാവും നീല സാധനങ്ങൾ പോകുമ്പോൾ അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഇൻഫർമേഷൻ. ഇതാണ് കറക്റ്റ് നീല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
ദെൻ നമ്മൾ ഫോറസ്റ്റ് ഫംഗ്ഷൻ ലെവൽ ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ ഇപ്പോൾ 2020-25 ആണുള്ളത്. നമ്മൾ DNS വേണോ, ഗ്ലോബൽ കാറ്റലോഗ് വേണോ, റീഡ് ഓൺലി ഡൊമൈൻ കൺട്രോളറായിട്ടാണോ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഓട്ടം കഴിഞ്ഞതിന് ശേഷം കണ്ടോ, ഡൊമൈൻ ഫംഗ്ഷൻ ഫോറസ്റ്റ് ഫംഗ്ഷൻ ലെവൽ നമുക്ക് 2016 വരെയാണ് മാക്സിമം ഏറ്റവും കുറവ് സപ്പോർട്ട് ചെയ്യുക, അത് ചൂസ് ചെയ്യുക വേണമെങ്കിൽ. അതുപോലെ തന്നെ ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ ഉണ്ടോ, അപ്പോൾ നമ്മൾ 2016 ഇട്ട് കഴിഞ്ഞാലാണ് ഡൊമൈൻ ഫംഗ്ഷൻ ലെവൽ 2016 ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചൂസ് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചിടാം, ഇത് നമ്മുടെ ഇഷ്ടം പോലെ. ദെൻ പാസ്വേഡ് കൊടുക്കുക. ഈ പാസ്വേഡാണ് ആക്റ്റീവ് ഡയറക്ടറി റീസ്റ്റോർ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള പാസ്വേഡ്. ഞാൻ 123.com എന്ന് കൊടുത്തു. ദെൻ 123.com. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ പാസ്വേഡ് ഓർത്തിരിക്കണം, മറന്നു പോകരുത്. നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ DNS സെർവർ വേണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് കൊടുക്കുക. നെറ്റ് ബയോസ് നെയിം ലിസ്റ്റ് ചെയ്ത് വരും, അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുക. അവിടെ ciliasolutions.com എന്നുള്ളത് തന്നെ വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കണ്ടോ, ciliasolutions.com എന്ന് വന്നു. ദെൻ നെക്സ്റ്റ് അടിക്കുക. ഈ നെയിം ഇത് നെറ്റ് ബയോസ് നെയിമാണ്. വിൻഡോസ് 98 കാലഘട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, DNS ബേസ്ഡ് ആണ്. നെക്സ്റ്റ് കൊടുത്തു. ദെൻ ആക്റ്റീവ് ഡയറക്ടറി എവിടേക്കാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കാണിക്കേണ്ടത്. CL വിൻഡോസിൽ NTDS എന്ന് പറഞ്ഞ ഫോൾഡറിൽ നെക്സ്റ്റ് അടിക്കുക. അതിൻ്റെ ഫുൾ ഒരു റിവ്യൂ സെക്ഷൻ കാണിക്കുന്നുണ്ട്, എവിടേക്കൊക്കെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആക്റ്റീവ് ഡയറക്ടറി സർവീസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷമാണ് ഇൻസ്റ്റാൾ ബട്ടൺ ആക്റ്റീവ് ആവുക, അതുവരെ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാൾ ബട്ടൺ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ദെൻ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അപ്പോൾ ആക്റ്റീവ് ഡയറക്ടറി സർവീസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് സർവീസ് കാണിക്കുന്നുണ്ട്. മുകളിൽ കണ്ടോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്, ഒരു ബ്ലൂ ലൈൻ ഇങ്ങനെ പ്രോഗ്രസ് ബാർ ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്റ്റേജസ് ഇവിടെ എഴുതി കാണിക്കും. എന്താണ് ചെയ്യുന്നത്, DNS ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ, ഗ്രൂപ്പ് പോളിസി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ, അതേമാതിരി തന്നെ നമ്മൾ LDAP ക്വറീസ് പാസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഏതൊരു സെർവർ എടുക്കുകയാണെങ്കിലും കുറച്ച് ടൈം എടുക്കും ഈ പ്രോഗ്രസ് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ആ മൗസ് വെച്ചതിൻ്റെ താഴെ ഉണ്ടോ സ്റ്റാർട്ടിങ് എന്നുള്ളതിൻ്റെ അവിടെ പുതിയ ഓപ്ഷൻസ് കണ്ടോ. ഗ്രൂപ്പ് പോളിസി മാനേജ്മെൻറ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. അങ്ങനെ കണ്ടോ കോൺഫിഗറേഷൻ പാർട്ടീഷൻ, നമ്മൾ LDAP ക്വറീസ് പാസ് ചെയ്തു, ലോക്കൽ കമ്പ്യൂട്ടറിനെ സെക്യൂർ ആക്കുന്നു, DNS സർവീസ് കോൺഫിഗർ ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ നടക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. നമ്മളതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആവും. ക്ലോസ് അടിച്ചില്ലെങ്കിലും റീസെറ്റ് ആവും, ക്ലോസ് അടിച്ചാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെർവർ എന്ത് ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്ത് വരും. അപ്പോൾ ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവും കേട്ടോ. അതുകൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്യാണ്. കണ്ടോ സെർവർ റീസ്റ്റാർട്ട് ചെയ്തു. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെർവർ ഓണായി വരാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിപ്പം IBMൻ്റെ ഒറിജിനൽ സെർവർ ആണെങ്കിൽ പോലും. ഞാനിവിടെ ഒന്ന് സ്പീഡാക്കുന്നുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ സെറ്റിങ്സ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിൻഡോസ് സെർവർ 2025 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ആക്റ്റീവ് ഡയറക്ടറി സർവീസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ലോഗിൻ വിൻഡോ വന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു, പാസ്വേഡ് അടിക്കുന്നു. ciliasolutions.com എന്ന് വന്നു. സെർവർ മാനേജർ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരുന്നു. അത് മിനിമൈസ് ചെയ്തതിന് ശേഷം ആക്റ്റീവ് ഡയറക്ടറി ഇൻസ്റ്റാൾ ചെയ്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് NCPA.cpl അല്ലെങ്കിൽ മെയിൻ നെറ്റ്വർക്ക് പ്ലേസിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് ഈതർനെറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. IPv4ൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് കണ്ടോ DNS ലൂപ്പ് ബാക്ക് അഡ്രസ്സിലോട്ട് പോകണ്ടോ, അത് മാറ്റി സെയിം IP കൊടുക്കുക. 192.168.10.1 എന്ന് കൊടുക്കുന്നു. ഓക്കെ അടിക്കുന്നു, ക്ലോക്ക് ഒന്ന് ഡിസേബിൾ ചെയ്തിരുന്നു, എനേബിൾ ചെയ്യുന്നു. അപ്പോൾ അവിടെ ciliasolutions.com എന്ന് വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിൽ സെർവർ മാനേജർ എടുക്കുക, ടൂൾസിൽ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് DNS ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ വന്നിട്ട് ക്ലോസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഓൾ ആപ്ലിക്കേഷൻസ് എടുത്തിട്ട് കണ്ടോ വിൻഡോസ് ടൂൾസിലും സെയിം ഓപ്ഷൻസ് വരും. ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ്, DNS ഇങ്ങനെയുള്ള ആക്റ്റീവ് ഡയറക്ടറി റിലേറ്റഡ് സർവീസുകളൊക്കെ വരും. അപ്പോൾ ഇതിങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. DNS ഒക്കെ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം.
അതിനുശേഷം ആക്റ്റീവ് ഡയറക്ടറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ സിയിൽ വിൻഡോസിൽ NTDSൽ കണ്ടോ NTDS.dit എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ നെയിമാണ്. ഇതാണ് ആക്റ്റീവ് ഡയറക്ടറിൻ്റെ മെയിൻ ഫയൽ നെയിം വരിക. അതിൻ്റെ ചെക്ക് പോയിൻറ്റ് ഫയലുകൾ, റീസ്റ്റോർ പോയിൻറ്റുകൾ, ടെമ്പററി ഫയലുകൾ, ഇതൊക്കെയാണ് ആക്റ്റീവ് ഡയറക്ടറി ഡാറ്റാബേസ് വരിക. ഏകദേശം 91.1 MB ആണ് നമ്മുടെ 2025 സെർവറിൽ ആക്റ്റീവ് ഡയറക്ടറി ഡാറ്റാബേസിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി സൈസായിട്ട് കാണിക്കുന്നത്. ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഓപ്പൺ ചെയ്ത് കണ്ടോ സിലിയ സൊല്യൂഷൻസിൻ്റെ ഉള്ളിൽ യൂസേഴ്സിൽ നമുക്ക് പുതിയ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്നു. റണ്ണിൽ DSA.msc എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ഇത് അടിച്ചുകൊണ്ടും നിങ്ങൾക്ക് സെയിം വിൻഡോ തന്നെ വരും. അവിടെയാണ് നമ്മളൊരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ന്യൂ യൂസർ നെയിം എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, തൽക്കാലം ടെസ്റ്റ് ആയിട്ട് MSN. ലോഗോൺ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. MSN എന്ന് തന്നെ കൊടുക്കുന്നു. ciliasolutions.com. നെക്സ്റ്റ് പാസ്വേഡ് കൊടുക്കുന്നു. 123.com 123.com തന്നെയാണ് സെയിം പാസ്വേഡ് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ വേണം കേട്ടോ. ഈ ടിക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു യൂസർക്ക് പുതിയ പാസ്വേഡ് കൊടുക്കുക. ആ പാസ്വേഡ് അയാൾ ലോഗിൻ ചെയ്യുമ്പോൾ മാറ്റാം. ഇത് വേണമെങ്കിൽ യൂസർക്ക് മാറ്റാൻ പറ്റില്ല. 42 ദിവസം കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യാൻ പറയും. അപ്പോൾ ciliasolutions.com എന്നുള്ള ഇതിൽ MSN എന്ന് പറഞ്ഞ യൂസർ ക്രിയേറ്റ് ചെയ്തു. അയാളുടെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്ര ഓപ്ഷൻസാണ്. ഇത് മൊത്തം ഫില്ല്, അഡ്രസ്സും കാര്യങ്ങളും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ലോഗോൺ ഹവറുകളും മാറ്റാം. കണ്ടോ, ലോഗോൺ ഡിനേ ചെയ്യുക. ആ ടൈം ആകുമ്പോൾ പിന്നെ ആ യൂസർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെ കമ്പ്യൂട്ടറിൽ നിന്ന് ലോഗിൻ ചെയ്യണം, ഇപ്പോൾ എല്ലാ കമ്പ്യൂട്ടറിലുള്ളത് അത് മാറ്റി നമുക്ക് സ്പെസിഫിക് കമ്പ്യൂട്ടർ വേണമെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇതാണ് ciliasolutions.com. ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ സെർവറിൽ കമ്പ്യൂട്ടർ പ്രോപ്പർട്ടീസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് OSൻ്റെ വേർഷൻ കാണിക്കുക. 2025 24H2 എന്ന് പറഞ്ഞ സെർവറിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, താങ്ക് യു.